നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരള. ഇതൊരു ഓൾ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ കേരളത്തിൻ്റെ ശാഖയാണ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ബ്രാക്കറ്റിൽ കേരള. ഇത് എല്ലാ ജില്ലയിലും നമ്മൾ ഒരു ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും പിന്നെ താലൂക്കുകളിൽ ഓരോ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളും നിലവിലുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ SSLC അതുപോലെ ഹയർ ക്വാളിഫിക്കേഷൻ കഴിയുന്ന കുട്ടികളെ പേര് രജിസ്റ്റർ ചെയ്യുക, പിന്നെ അവർക്ക് അനുയോജ്യമായ തൊഴിലുകളിൽ അവരെ സ്പോൺസർ ചെയ്യുക, നമുക്ക് അറിയിക്കപ്പെടുന്ന ഒഴിവുകളിൽ ഇവരെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. അത് സീനിയോറിറ്റി ഉണ്ട്, അതേപോലെ മതം, സംവരണം, അങ്ങനെ എല്ലാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കർത്തവ്യം. ഇതുകൂടാതെ കുറേ എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള നിർബന്ധമില്ല. കാരണം ആളുകൾക്കനുസരിച്ച് ജോലിയില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് കുറേ സ്വയം തൊഴിൽ പദ്ധതികളും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കി വരുന്നുണ്ട്. നിലവിലെ 5 പദ്ധതികളാണ് നിലവിൽ ഉള്ളത്. അതിൽ 3 എണ്ണം ബാങ്ക് മുഖേനയും 2 എണ്ണം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടുമാണ് നടപ്പിലാക്കുന്നത്. അതിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, കുറച്ച് ഒരു പദ്ധതി തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ ആയിട്ട് ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൃത്യമായി അതിൻ്റെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ മൂന്നാമത് ഉള്ളത് ഈ +2, 10ാം ക്ലാസ്, അതുപോലെ ഡിഗ്രി, ഇവർക്കെല്ലാം തൊഴിൽ സാധ്യതകളെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുകയാണ്. അതിനുള്ള ഫാക്കൽറ്റികളുണ്ട്. നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇടയ്ക്ക് പോയി അതിൻ്റെ ഫാക്കൽറ്റി കൊണ്ടുവന്ന് നല്ല ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ജോലി കരിയർ ഗൈഡൻസ് ആണ് മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതി. പിന്നെ അതുകൂടാതെ ചില ബാങ്ക് കോച്ചിങ്, PSC കോച്ചിങ്, ഇതെല്ലാം ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നടത്താറുണ്ട്. അതുകൂടാതെ നമ്മുടെ തൊഴിൽ മാർക്കറ്റിനെ പറ്റിയുള്ള കുറേ വിശദാംശങ്ങൾ ഞങ്ങൾ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഡയറക്ടറേറ്റ് ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് റീസെറ്റിൽമെൻറ്റ്, അങ്ങോട്ടും അതിൻ്റെ കണക്കുകളൊക്കെ നൽകാറുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നടപ്പിലാക്കി വരുന്ന കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും, പിന്നെ ഞങ്ങളുടെ സൈറ്റും ഉണ്ട്, നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ബ്രാക്കറ്റിൽ കേരള. ഇതിൽ നോക്കിയാൽ നമ്മുടെ എല്ലാ സ്കീംസിനെ പറ്റിയും എല്ലാറ്റിനെ പറ്റിയും ഡീറ്റെയിൽസ് ഉണ്ട്. കൂടാതെ ഓഫീസുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരും സജ്ജരാണ് എന്നതുകൂടി അറിയിക്കുന്നു. സ്വയം തൊഴിലിൽ ഒന്നുള്ളത് കെസ്റു എന്നാണ് ആദ്യത്തെ ഒരു പദ്ധതിയുടെ പേര്. ഇതിൽ നമ്മൾ 1 ലക്ഷമാണ് ബാങ്ക് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 1 ലക്ഷമാണ് ഇതിൻ്റെ ലോൺ എമൗണ്ട്. അതിൻ്റെ 20% സബ്സിഡി ഉണ്ട്, അതായത് 20,000 രൂപ സബ്സിഡി. അപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബാങ്കുമായിട്ട് സംസാരിക്കുക. പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വന്നാൽ ഇവിടെ നിന്ന് ഫോം ലഭിക്കും. അപ്പോൾ 1 ലക്ഷത്തിൽ ലോൺ കിട്ടും. അങ്ങനെ 2 പേരുണ്ടെങ്കിൽ 2 ലക്ഷം ആയിട്ട് സംയുക്തമായിട്ടും സംരംഭം തുടങ്ങാൻ കഴിയും. പിന്നെ രണ്ടാമതുള്ളത് മൾട്ടിപർപ്പസ് എന്നുള്ള ജോബ് ക്ലബ് എന്നുള്ള ഒരു പദ്ധതിയാണ്. ഇതിന് ചുരുങ്ങിയത് 2 പേര് വേണം, 5 പേർ വരെ ആവാം. ഇത് 10 ലക്ഷമാണ് ഇതിൻ്റെ ലോൺ എമൗണ്ട്. അതിൻ്റെ 2 ലക്ഷം സബ്സിഡി ഉണ്ട്. അതിനും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനും അതുപോലെ ബാങ്കുമായി കോൺടാക്ട് ചെയ്തിട്ട് ബാങ്കിൽ നിന്നാണ് ഈ ലോൺ ലഭിക്കുന്നത്. കാരണം എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ബാങ്കിങ് സ്ഥാപനമല്ലാത്തതുകൊണ്ട് ബാങ്ക് മുഖേനയാണ് വായ്പ നൽകുന്നതും സബ്സിഡി റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. മൂന്നാമത് നവജീവൻ എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഇത് 50-ൽ കൂടുതൽ വയസ്സും 65-ൻ്റെ ഇടയിൽ കുറച്ച് പ്രായമുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ്. ഇത് 50,000 ഇതിൻ്റെ ലോൺ എമൗണ്ട്. ഇതിൻ്റെ 25% സബ്സിഡിയുണ്ട്. ഇതുകൂടാതെ പിന്നെയുള്ളത് നിരാലംബരായ സ്ത്രീകൾ, അതായത് ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഭർത്താവ് മരിച്ചുപോയവർ, വിവാഹം ചെയ്യാത്തവർ, ഇങ്ങനെയുള്ളവർക്ക് ശരണ്യ എന്നൊരു പദ്ധതിയുണ്ട്. ഇതിൽ 50,000 രൂപയാണ് ലോൺ. ഇത് ബാങ്ക് മുഖേനയല്ല, ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടാണ്. ഇതിൽ പകുതി സബ്സിഡിയാണ്. 50,000 എന്ന് പറഞ്ഞാൽ 25,000 രൂപ സബ്സിഡിയായി ലഭിക്കും. ബാക്കി 25,000 രൂപ ഇൻട്രസ്റ്റ് ഇല്ലാതെ, പലിശ ഇല്ലാതെ തിരിച്ചടച്ചാൽ മതി. അതും 5 കൊല്ലം കാലാവധിയുണ്ട്. അപ്പോൾ മാസം ഒരു 500 രൂപ വെച്ചിട്ട് അടച്ചാൽ മതിയാവും. പിന്നൊന്നുള്ളത് കൈവല്യമാണ്. അത് ശാരീരിക ആവശ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ്. അതും 50,000 രൂപയാണ്. ഇതിലും സബ്സിഡി 25,000 രൂപയുണ്ട്. അതായത് 50% സബ്സിഡിയാണ്. അത് ആ 25,000 രൂപയും 5 വർഷ കാലാവധി ചെറിയൊരു എമൗണ്ട്, 500-ൽ താഴെ
രൂപ വെച്ച് 5 വർഷം കൊണ്ട് തിരിച്ചു നൽകിയാൽ മതിയാവും. ഇങ്ങനെയാണ് ഒരു 5 പദ്ധതികളിൽ 3 ബാങ്ക് മുഖേനയും 2 നേരിട്ടിട്ടും. അതിൻ്റെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം അതിൽ വരുമ്പോൾ ആ താല്പര്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനും ഫോമെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്നതാണ്. കുട്ടികളുടെ, അതായത് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് ഞങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ. അതിന് ആദ്യമായി വേണ്ടത് 10ാം ക്ലാസ് രജിസ്ട്രേഷൻ. ഇനി 10ാം ക്ലാസ് രജിസ്ട്രേഷൻ അല്ല, 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് എൽ സി കഴിഞ്ഞ ഉടനെ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഇനി SLC താഴെ പഠിച്ചവർക്കും പേര്, അതായത് SLC ഫെയിലാണെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാം. അതുകൂടാതെ +2 ആദ്യം SLC ചെയ്ത് പിന്നെ +2 ഡിഗ്രി പിന്നെ എന്തൊക്കെയാണ് പഠിക്കുന്നത് അത് നമുക്ക് തുടർച്ചയായി അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ആദ്യമായി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് 2 വഴികളുണ്ട്. നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ലഭ്യമാണ്. അതിന്റെ സൈറ്റ് അഡ്രസ് പറയാം: www.eemployment.kerala.gov.in. ഇതിൽ കയറി നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്താലും 90 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് 3 മാസത്തിൻ്റെ ഉള്ളിൽ ആ ചെയ്ത സർട്ടിഫിക്കറ്റ് അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്നിട്ട് കാണിക്കേണ്ടതാണ്. അതിന്റെ ഒറിജിനാലിറ്റി, വെറാസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 3 മാസത്തിനുള്ളിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ മതി. പക്ഷെ എന്നാണ് നിങ്ങൾ അത് ചെയ്തത് ആ സീനിയോറിറ്റി ലഭിക്കുകയും ചെയ്യും. എന്നാണ് ഓൺലൈൻ ചെയ്തത് ആ സീനിയോറിറ്റി ലഭിക്കുകയും ചെയ്യും. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് SLCയുടെയോ അല്ലെങ്കിൽ SLC ഫെയിലിന്റെയോ രജിസ്ട്രേഷൻ ചെയ്യുക. SLC പാസ് രജിസ്ട്രേഷൻ ആണെങ്കിൽ പിന്നീട് +2 ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സ് എന്തൊക്കെ നമ്മൾ തുടർച്ചയായി പഠിക്കുന്നു അതൊക്കെ പിന്നീട് വന്ന് രജിസ്റ്റർ ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്തുമ്പോൾ ഓരോ ക്വാളിഫിക്കേഷൻ്റെയും സാധ്യതകൾ, ജോലി സാധ്യതകൾ വരുന്നതനുസരിച്ച് സീനിയോറിറ്റി അനുസരിച്ച് നാമനിർദ്ദേശം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്യുവാൻ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. എല്ലാവരും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ ഓൺലൈനായോ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സ്കൂളിലൊക്കെ നേരിട്ട് വരും അവിടുന്ന് ചെയ്യാൻ. അതിന് കാത്തിരിക്കാതെ തന്നെ നേരിട്ട് വരിക അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയോ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു.